മനുഷ്യത്തിനൊപ്പം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ആകയാൽ എല്ലാ ശക്തിയും വർദ്ധിച്ചു വരുന്ന തിന്മയെ ഉപേക്ഷിച്ച് നിങ്ങളിൽ പാകിയിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കും. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുക ആത്മവഞ്ചകരാകട്ടെ, അത് അനുവർത്തിക്കുന്നവരുമായിരിക്കും. വചനം കേൾക്കുകയും അത് അനുവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ തൻ്റെ മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യന് സദൃശനാണ്. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെയിരിക്കുന്നത് ഉടൻ തന്നെ വിസ്മയിക്കുകയും ചെയ്യുന്നു. കേട്ടത് മറക്കുന്നവരല്ല, പ്രവർത്തിക്കുന്നവരാണ് പൂർണ്ണമായ നിയമത്തെ, അതായത് സ്വതന്ത്രത്തിൻ്റെ നിയമത്തെ സൂക്ഷ്മമായി ഗ്രഹിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. തൻ്റെ പ്രവൃത്തികളിൽ അവർ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വചനം. നമുക്കൊന്ന് ചിന്തിക്കാം. ഇപ്പോൾ ഒരു വ്യക്തി നമ്മുടെ വീട്ടിൽ ഉണ്ട്. ആ വ്യക്തിയുടെ ജീവിതം വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് കടന്നു പോകുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാലം വരുമ്പോൾ അദ്ദേഹം ഒന്ന് പുറകോട്ട് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സംഭവിച്ചത്? ഈ ഒരു കാര്യം തന്നെയാണ് ദിനവൃത്താന്ത പുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ ഒരു പുനർവായന എന്നോണം ഈ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ദിനവൃത്താന്ത പുസ്തകത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്ന 15 അധ്യായങ്ങൾ, അതിൽ പറയുന്നത് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ഓരോ വ്യക്തികളുടെയും ജീവചരിത്രം അല്ലെങ്കിൽ വംശപരമ്പരയാണ്. എന്തിനാണ് ഇങ്ങനെയൊരു വംശപരമ്പര? ഇനിയാണ് ഞാൻ രാവിലെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ വചനം വായിക്കാതെ കടന്നു പോകുക ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന തീരുമാനത്തിലൂടെ ഈ ഒരു വചന ന്യായമേ നമുക്ക് തുടർന്നുപോയ ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Henok, Methuselah, Lamech, Noah, Shem, Ham, യഫേത്തിന്റെ പുത്രന്മാർ ഗോമർ, മഗോഗ്, മദായി, യവാൻ, തൂബാൽ, മെഷേക്, തീരാസ്. ഗോമറിന്റെ പുത്രന്മാർ അഷ്കെനസ്, ദിഫാർ,
തോഗർമ, യാഗന്റെ പുത്രന്മാർ എലീഷ, താർഷിഷ്, കിത്തി, പ്രധാനി, ഹാമിന്റെ പുത്രന്മാർ കുഷ്, ഈജിപ്ത്, പുത്, കനാൻ. കുഷിന്റെ പുത്രന്മാർ സേവ, ഹവില, സപ്ത, രാമ, സബ്ദേക. റമായുടെ പുത്രന്മാർ ഷേബ, ദേരാൻ. കുഷിന് റിമോത്ത് എന്നൊരു പുത്രനുണ്ടായി. അവൻ പ്രബലനായി. ഈജിപ്തിൽ ലൂത്ത്, അനായി, ലഹീബി, നഫ്തു, പത്രൂസി, കസ്ലൂഹി, കഫ്തോറി എന്നിവർ ജാതരായി. കഫ്തോറിയുമാണ് ഫിലിസ്ത്യരുടെ പിതാവ്. സീദോൻ കാനാന്റെ ആദ്യജാതനും ഹേത്ത് ദ്വിതീയനുമായിരുന്നു. ജബൂസ്യർ, അമലേയർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അത്യർ, സിന്യർ, അർബായർ, സെമനിയ, ഹമത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു. ഏലാം, അശൂർ, അർപ്പക്ഷാർ, ലൂദ്, ആരാം, ഊസ്, ഹൂൽ, ഏദർ, മെഷേക് എന്നിവർ ഷേമിന്റെ പുത്രന്മാരാകുന്നു. അർപ്പക്ഷാർ ഹേനഹിന്റെയും ഷേലാഹ് എബറിന്റെയും പിതാവാണ്. എബറിന് പെലേഗ്, യോക്താൻ എന്നീ 2 പുത്രന്മാർ. പെലേഗിന്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത്. യോക്താന്റെ പുത്രന്മാർ അൽമോർ, ഷേലാഹ്, ഹസ്മാവെ, യഹേൽ, ഹെറോദോം, ഉസിൽ, ദിത്ലാം, ഏബാർ, അബിമായെ, ഷേബ, ഓഫിർ, ഹവില, യോവാബ്, ഷോർ, അർപ്പക്ഷാർ, ഷേലെഹ്, ഏബർ, പെലാഗ്, റഹു, സെരേദ്, നഹോർ, തെരാഹ്, അബ്രാം എന്ന അബ്രഹാം എന്നിവർ ഷേമിന്റെ വംശപരമ്പരയിൽപ്പെടുന്നു. അബ്രഹാത്തിന്റെ പുത്രന്മാർ ഇസ്ഹാക്കും ഇസ്മായിലും. അവരുടെ വംശപരമ്പര: ഇസ്മായിലിന്റെ ആദ്യജാതൻ നെബയോ, കേദർ, അബ്ദേൽ, മിബ്സാം, മിഷ്മ, ഹൂമ, മാസ, ഹദാർ, ഹോമ, യത്തൂർ, നഫീഷ്, യെദോമ. ഇവരും ഇസ്മായിലിന്റെ സന്തതികളാണ്. അബ്രഹാത്തിന് ഉപനാരിയായ യെത്തൂര്യയിൽ ജനിച്ച പുത്രന്മാർ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബ, ഹുവ. യോഷിന്റെ പുത്രന്മാർ ഷേബ, ദേദാൻ. മിദിയാന്റെ പുത്രന്മാർ ഏഫ, എഫേർ, ഹനോക്, അബീദ, എൽദ. ഇവർ യെത്തൂര്യരുടെ വംശത്തിൽപ്പെടുന്നു. അബ്രഹാം ഇസ്ഹാക്കിന്റെയും പിതാവാണ്. ഇസ്ഹാക്കിന്റെ പുത്രന്മാർ ഏസ, ഇസ്രായേൽ. ഏസാവിന്റെ പുത്രന്മാർ എലീഫാസ്, റൗവേൽ, യാഊഷ്, യാലാം, ഹുറാഹ്, എലിയ. എലീഫാസിന്റെ പുത്രന്മാർ തോമാൻ, ഓമർ, സെഫി, ഗാം, കെനാസ്, തിമ്ന, അമുലേക്. റൗവേലിന്റെ പുത്രന്മാർ നഹത്, സെറാഹ്, ഷമ്മ, മിസ. സീരിന്റെ പുത്രന്മാർ ലോദാൻ, ഷോബാൽ, സിബിയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ. ലോദാന്റെ പുത്രന്മാർ ഹോരി, ഹോറാം. ലോദാന്റെ സഹോദരിയാണ് തിമ്ന. ഷോവാബിന്റെ പുത്രന്മാർ അലിയാൻ, വനാഹർ, ഏബാർ, ഷെഫി, ഓന. സിബിയോന്റെ പുത്രന്മാർ അയ്യ, ആന. ആനയുടെ പുത്രന്മാർ ദീഷോൻ. ദീഷോന്റെ പുത്രന്മാർ റഹ്മാൻ, യശ്ബേൽ, ഇത്രാൻ, കോറാൻ. ഏസറിന്റെ പുത്രന്മാർ ബിൽഹനാൻ, സാവാൻ, യാഖാൻ. ദീഷന്റെ പുത്രന്മാർ ഊസ്, ആരാൻ. ഇസ്രായേൽ രാജഭരണം തുടങ്ങുന്നതിന് മുൻപ് ഏദോമിൽ രാജാക്കന്മാർ. ബയോരിന്റെ മകൻ ബേല. ഇവൻ ദിൽഹബ പട്ടണക്കാരനായിരുന്നു. ബേലയുടെ മരണശേഷം ബസ്രാക്കാരനായ സേഹറിന്റെ മകൻ യോവാബ് ഭരണമേറ്റു. യോവാബ് മരിച്ചപ്പോൾ തോമാൻ വംശജരുടെ നാട്ടിൽ നിന്നുള്ള ഹൂഷ രാജാവായി. ഹൂഷാമിന്റെ മരണത്തിനു ശേഷം പ്രധാന്റെ പുത്രൻ ഹദാദ് ഭരണമേറ്റു. അവിടുത്തെ പട്ടണക്കാരനായ ഇവൻ മോവാബ് ദേശത്ത് വെച്ച് മിദിയാനെ തോൽപ്പിച്ചു. ഹദാദിനു ശേഷം മസ്രോക്കാരൻ സംല രാജാവായി. സംലായ്ക്ക് ശേഷം യൂഫ്രട്ടീസ് തീരപ്രദേശമായ രഹോബോ പട്ടണത്തിൽ നിന്നുള്ള സാവൂൾ ഭരണമേറ്റു. സാവൂൾ മരിച്ചപ്പോൾ അഹ്ബേരിന്റെ മകൻ ബാലാൻ ഹാനാൻ രാജാവായി. ബാൽ-ഹാനാൻ മരിച്ചപ്പോൾ പായ് പട്ടണത്തിൽ നിന്നുള്ള എന്നീ 5 പുത്രന്മാർ. അർപ്പിത വസ്തു അപഹരിച്ചെടുത്ത് ഇസ്രായേലിൽ തിന്മ വരുത്തിയ ആഖാർ കൽമിയുടെ പുത്രനാണ്. ഏഹാന്റെ പുത്രനാണ് അസറിയ. ഹെസ്രോന്റെ പുത്രന്മാർ ബെർഹിന്റെ, രാം, കെരൂബ. രാം അമിനാദാബിന്റെ. അമിനാദാബ് യൂദാഗോത്രത്തിന്റെ നേതാവായ നഹ്ശോന്റെ പിതാവാണ്. നഹ്ശോൻ സൽമയുടെ. സൽമ ബോവാസിന്റെ. ബോവാസ് ഒബേദിന്റെ. ഒബേദ് ജെസ്സയുടെ പിതാവാണ്. ജെസ്സയുടെ പുത്രന്മാർ പ്രായപ്രവത്തിൽ ഏലിയ, അമിനാദാബ്, ഷിമ്മ,
നഥനീം, റെഗായി, ഓസിം, ദാവീദ്, സെറുയായും അബിഗായിലും ഇവരുടെ സഹോദരിമാരായിരുന്നു. സെറുയായുടെ 3 പുത്രന്മാർ അബിഷായി, യോവാബ്, അസഹേൽ. അബിഗായിലിന് അമാസ എന്നൊരു പുത്രനുണ്ടായി. ഇസ്മായിലിനായ എബേരയായിരുന്നു അവന്റെ പിതാവ്. ഹെസ്രോന്റെ മകനായ കാലേബിന് ഭാര്യയായ അസൂബായി എറിയോത്ത് ജനിച്ചു. അവളുടെ പുത്രന്മാർ ഏശം, ഷോബാൽ, അർദോൻ. അസൂബായുടെ മരണത്തിനു ശേഷം കാലേബ് എഫ്രാത്തിനെ വിവാഹം ചെയ്തു. അവിടെ ഹൂർ ജനിച്ചു. ഊറി ബെസാലയിലെ പിതാവായി. ഹെസ്രോൻ 60-ാം വയസ്സിൽ ഗിലെയാദിന്റെ പിതാവായ മാഖീലിന്റെ മകളെ വിവാഹം ചെയ്തു. അവിടെ നിന്ന് സെഗൂബ് ജനിച്ചു. സെഗൂബിന് യായർ എന്നൊരു പുത്രൻ ജനിച്ചു. യായറിന് ഗിലെയാദിൽ 23 നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഹാവോത്തും കെനാത്തും അതിൻ്റെ ഗ്രാമങ്ങളും ഉൾപ്പെടെ 60 പട്ടണങ്ങൾ ഗെഷൂറും ആരാമും പിടിച്ചെടുത്തു. ഇവരെല്ലാവരും ഗിലെയാദിന്റെ പിതാവായ മാഖീലിന്റെ വംശത്തിൽപ്പെടുന്നു. ഹെസ്രോന്റെ മരണത്തിനു ശേഷം കാലേബ് പിതാവിന്റെ വിധവയായ എഫ്രാത്തയെ പ്രാപിച്ചു. അവിടെ അവന് അശ്ശൂർ ജനിച്ചു. ഓസേം, അഹിയ എന്നിവരും. യഹ്മേലിന് അതാറ എന്ന വേറൊരു ഭാര്യയുണ്ടായിരുന്നു. ഓനാം ജനിച്ചത് അവനിൽ നിന്നാണ്. യഹ്മേലിന് ആദ്യജാതനായ റാമിന്റെ പുത്രന്മാർ മാസ്, യാമിൻ, ഏക്കർ, അബിഷൂറിന്റെ ഭാര്യ അബിഹായിൽ. അവളിൽ അഹ്ബാൻ, മോദിക് എന്നിവർ ജനിച്ചു. നാദാബിന്റെ പുത്രന്മാർ സേലത്ത്, അഫായി. സേലത്ത് മക്കളില്ലാതെ മരിച്ചു. അഫായിമിന്റെ പുത്രനാണ് ഇഷി. ഇഷിയുടെ പുത്രൻ ശേഷാൻ. ശേഷാന്റെ പുത്രൻ അഹ്ലായ്. ഷമ്മായുടെ സഹോദരൻ യാദായുടെ പുത്രന്മാർ എതർ, ജനാദൻ. എതർ മക്കളില്ലാതെ മരിച്ചു. ജനാദിന്റെ പുത്രന്മാർ പേരൻ, നാസാസ. ഇവർ യഹ്മേലിന്റെ വംശത്തിൽപ്പെടുന്നു. ശേഷാന് പുത്രിമാരെ ഉണ്ടായിരുന്നുള്ളൂ. അവന് ഈജിപ്തുകാരനായ എർഹ എന്ന ഒരു ദാസൻ ഉണ്ടായിരുന്നു. ശേഷാൻ തന്റെ മകളെ അവന് വിവാഹം ചെയ്തു കൊടുത്തു. അവൾക്ക് അക്കായ് എന്നൊരു പുത്രൻ ജനിച്ചു. അക്കായ് നഥാന്റെയും നാഥാൻ സാബാദിന്റെയും പിതാവാകുന്നു. സാബാദിന് എഫ്ലാലിന് ഓബേദും ജനിച്ചു. ഒബേദ് ഏഹുവിന്റെയും ഏഹു അസറിയായുടെയും പിതാവാണ്. അസറിയായ്ക്ക് ഹേലസും, ഹേലസിന്
എന്നാൽ അവരുടെ സഹോദരന്മാർക്ക് അനുഭവപ്പെടുമായിരുന്നു. യൂദാ ഗോത്രത്തിനെ പോലെ അവർ വർദ്ധിച്ചു വരികയുമില്ല. അവർ ബർശേബ, ഗലഹ, ഹാസാർഷൂൽ, ബിൽഹ, ഏസാൻ, തോല, ബെത്വേൽ, ഓർമ്മ, സിക്ലാഗ്, ബത്മർഗോബ, ഹസസൂൻ, ബെത്ബരി, ഷാരൻ എന്നിവിടങ്ങളിൽ വസിച്ചു. ഇവ ദാവീദിന്റെ കാലം വരെ അവരുടെ പട്ടണങ്ങളായിരുന്നു. ഏതാൻ, അയീൻ, റിമ്മോൻ, തോബൽ, ആഷാൻ എന്നീ 5 പട്ടണങ്ങൾ വരെ അവരുടെ സ്വന്തം ഗ്രാമങ്ങൾ അവരുടേതായിരുന്നു. അവരുടെ വാസസ്ഥലങ്ങളെക്കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും അവർ സൂക്ഷിച്ചിരുന്ന രേഖകളാണിവ. മോശെബ, യഹ്ലോൻ, അമസ്യായുടെ മകൻ യോശ, ജോയേൽ, അസീരിയയുടെ പുത്രനായ സെനായുടെ പുത്രൻ, യോശുവയുടെ പുത്രൻ എലിയോൻ, യാക്കോബ്, യെശോബ്യ, ആസായ, ആബീൽ, എസ്രീയേൽ, ബെനായ, അൽമോന്റെ പുത്രനായ ശിമെയോൻ, ഗോത്രത്തിലെ മറ്റു പുരോഹിതന്മാരുടെ വംശാവലി: ജയീൽ, സഖറിയ, ജോയേൽ, പുത്രനായ ഷിമായുടെ പൗത്രനും അസരിയൻ പുത്രനുമായ ബേല. ആരോവരിൽ വസിച്ച് ഇവരുടെ അതിർത്തി ബെനോയും ബർമോയനും വരെ വ്യാപിച്ചിരുന്നു. ഗിലെയാദിൽ അവർക്ക് ധാരാളം കന്നുകാലികളുണ്ടായിരുന്നതിനാൽ യൂഫ്രട്ടീസ് നദിയുടെ കിഴക്കുന്ന മാറ്റുനിവരായ പ്രദേശം മുഴുവൻ അവർ താമസിച്ചു. സാവരുടെ കാലത്ത് ഒരുപാട് ഗോത്രക്കാർ കൽദീയരെ ബാസന, മൽക്കിയ, എഗ്നി, സേറൽ, അദായ, ഏഥാൻ, സിമ്മ, ശിമയി, യാഥാൻ, ഗർശോൻ, ലേവി. സഹോദരന്മാരായ മെറാറി പുത്രന്മാർ ഇടതുഭാഗത്ത് നിന്ന്. അവരിൽ പ്രമുഖൻ ഏഥാൻ. ഏഥാന്റെ പിതാക്കന്മാർ തലമുറക്രമത്തിൽ കിഷി, അബ്ദി, മല്ലൂക്, ഹഷാബിയ, അമസ്യ, ഹില്ക്കിയ. മാഖീറിന്റെ മകൻ ഗിലെയാദിന്റെ പുത്രന്മാർ ആകുന്നു. ഗിലെയാദിന്റെ സഹോദരന്മാർ ഹമ്മോലക്കത്തിന്റെ പുത്രന്മാർ ഇഷ്ഹോദ്, അബിയേസർ, മഹ്ല. സെമിദായുടെ പുത്രന്മാർ അഹിയാൻ, ഷെക്കിം, ലിഹ്ഗി, അനിയ. എഫ്രായിമിന്റെ പുത്രന്മാർ തലമുറക്രമത്തിൽ ശുത്തേലഹ്, ബേരത്ത്, തഹത്ത്, എലായാദ, തഹത്ത്, ശാബത്ത്, ശുത്തേലഹ്. ശുത്തേലഹിന്റെ പുത്രന്മാർ ഏസർ, ഏലയാദ്. ഇവർ തദ്ദേശവാസികളായ ഗിദ്യരുടെ കന്നുകാലികളെ അപഹരിക്കാൻ ചെന്നപ്പോൾ കൊല്ലപ്പെട്ടു. പിതാവായ എഫ്രായിം വളരെ നാൾ അവരെക്കുറിച്ച് വിലപിച്ചു. സഹോദരന്മാർ ആശ്വസിപ്പിക്കാൻ ചെന്നു. പിന്നീട് അവൻ ഭാര്യയെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. തൻ്റെ ഭവനത്തിന് അനർത്ഥം ഭവിക്കിയാൽ അവനെ ബെറിയ എന്ന് പേരിട്ടു. അവൻ്റെ മകൾ ഷേറ താഴെയും മേലെയുമുള്ള ബെത്ഹോറോണും ഉസൻഷേരായി നിർമ്മിച്ചു. ഇഫ്രായിമിന്റെ മകൻ റേഹായുടെ പുത്രന്മാർ തലമുറക്രമത്തിൽ റേസഫ്, തേലഹ്, തഹൻ, ലാദൻ, അമീഹൂദ്, എലിഷാമ, നൂൻ, ജോസ്യ. അവർക്ക് അവകാശമായി ലഭിച്ച വാസസ്ഥലങ്ങളും ബഥേൽ, കിഴക്ക് നാരാൻ, പടിഞ്ഞാറ് ഗേസർ, ഷെക്കേം, അയ്യാർ. മനാസയുടെ ദേശത്തിനക്കരെ ബെത്ഷ്യാൻ, താന, മെഗദോ, ദോർ എന്നിവയും അവയുടെ ഗ്രാമങ്ങളും. ഇസ്രായേലിന്റെ മകനായ ജോസഫിന്റെ പുത്രന്മാർ ഇവയിൽ വസിച്ചു. ആശേറിന്റെ പുത്രന്മാർ ഇമ്ന, മിശ്വ, ഇസ്വി. ഇസ്രായേലിന്റെയും അഹീഹൂദിന്റെയും പിതാവായ ബേലയാണ് അവരെ പ്രവാസത്തിലേക്ക് നയിച്ചത്. ഹിഷി, ബാര എന്നീ ഭാര്യമാരെ ഉപേക്ഷിച്ചതിനു ശേഷം ഷഹാറായിമിന് മോവാബ് ദേശത്ത് വച്ച് പുത്രന്മാരുണ്ടായി. അവന് ഭാര്യ പ്രദേശിൽ യോബാബ്, സിബിയ, മെഷ, മൽക്കാൻ, യാബൂസ്, സക്കിയ, നിർമ്മ എന്നീ പുത്രന്മാരുണ്ടായി. ഇവർ കുലത്തലവന്മാരാണ്. ഹിഷീമിൽ അവന് അബീഹൂദ്, എൽപാൽ എന്നീ പുത്രന്മാരുണ്ടായി. എൽപാലിന്റെ പുത്രന്മാർ ഏബർ, മിശാം, ഷേമെത്ത്, ഓനോ, ലോഡ് എന്നീ പട്ടണങ്ങൾ പണിതത് ഷെമേദാണ്. അയ്യാറോൺ നിവാസികളുടെ പിതൃകുടുംബ തലവന്മാരായ ബറിയ, ഷേമം എന്നിവർ നിവാസികളെ ഓടിച്ചു കളഞ്ഞു. അഹിയോ, ഷാഷാക്, യെറെമോത്ത്, സെബദിയ, ആരാൻ, ഏദർ, മിഖായേൽ, ഇഷ്പ, യോഹ എന്നിവർ ബറിയായുടെ പുത്രന്മാരാണ്. സെബദിയ, മെഷുല്ലാം, ഹിസ്കി, ഹേബർ, ഇഷ്മറായി, ഇസ്ലിയ, ഹോബാബ് എന്നിവർ എൽപാലിന്റെ പുത്രന്മാർ. യാക്കി, സിക്രി, സബ്ദി, ഏലിയനായി, സില്ലത്തായി, ഏലിയേൽ, അദായ, ബറായ,
ഷിംറാൻ എന്നിവർ ശിമെയിയുടെ പുത്രന്മാർ. ഇഷ്ഫാൻ, ഏബർ, എലിയേൽ, അബ്ദോൻ, സിക്രി, അവിശ്വസ്തത നിമിത്തം യൂദ ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ടു. ഇസ്രായേലിലെ പുരോഹിതന്മാരും ലേവ്യരും ദേവാലയ ശുശ്രൂഷകന്മാർ തങ്ങൾക്ക് അവകാശപ്പെട്ട നഗരങ്ങളിലേക്ക് ആദ്യം മടങ്ങി വന്നത്. യൂദ, ബെഞ്ചമിൻ, എഫ്രായിം, മനശ്ശെ എന്നീ ഗോത്രത്തിൽ നിന്ന് ജെറുസലേമിൽ പാർത്തവർ യൂദായുടെ മകനായ പേരസിന്റെ പുത്രന്മാരിൽ നിന്ന് ഉദ്ദായി അമ്മിഹൂദിന്റെ പുത്രൻ, അമ്മിഹൂദ് ഓമ്രിയുടെ പുത്രൻ, ഓമ്രി ഇമ്രിയുടെ പുത്രൻ, ഇമ്രി ബാരിയുടെ പുത്രൻ, ഷേലായുടെ ആദ്യജാതൻ ആസായുടെയും അവന്റെ പുത്രന്മാരും. സേരായുടെ പുത്രന്മാരിൽ നിന്ന് യോവേലും ചാർച്ചക്കാരും ആകെ 690 പേർ. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് ഹസേനുവായുടെ മകൻ ഹെദാവിയായുടെ മകനായ മെഷുല്ലാമിന്റെ മകൻ സല്ലു, യറോഹാമിന്റെ മകൻ ഇബ്നെയ, മിക്രിയുടെ മകനായ ഉസ്സിയുടെ മകൻ എല, ഇബ്നിയായുടെ മകനായ റൗവന്റെ മകൻ ഷഫാത്തിയയുടെ മകനായ മെഷുല്ലാം. ആകെ 986 പേർ. ഇവർ കുടുംബത്തലവന്മാരായിരുന്നു. പുരോഹിതന്മാരിൽ യദയ, യഹോയാദ്, യാഖീം, ദേവാലയത്തിൽ പ്രധാന സേവകനായ അസറിയ ഹില്ക്കിയയുടെ പുത്രൻ, ഹില്ക്കിയ മിഷുല്ലാമിന്റെ പുത്രൻ, അവൻ സദോക്കിന്റെ പുത്രൻ, സദോക്ക് മോറോയോത്തിന്റെ പുത്രൻ, അവൻ അഹിത്തൂബിന്റെ പുത്രൻ, മൽക്കിയായുടെ മകനായ പാഷൂറിന്റെ മകൻ, യറോഹമിന്റെ മകൻ അദായ, ഇമ്മറിയുടെ മകൻ, മെഷില്ലേത്തിന്റെ മകനായ മെഷുല്ലാമിന്റെ മകൻ, യക്സേറായുടെ മകനായ അഫിയലിന്റെ മകൻ മാസായി. കുടുംബത്തലവന്മാരായ പുരോഹിതന്മാർ ചാർച്ചക്കാർക്ക് പുറമെ ആകെ 1760 പേർ. അവർ ദേവാലയ ശുശ്രൂഷയിൽ പ്രഗത്ഭരായിരുന്നു. ലേവ്യരിൽ നിന്ന് മൊറാറി മക്കളിൽ ഹഷാബിയായുടെ മകൻ ആസഫിക്കാമിന്റെ മകനായ ഹഷൂബിന്റെ മകൻ ഷെമയ, ബക്ബാക്കർ, ഹേറഷ്, ഗലാൽ, അസാബിന്റെ മകൻ സിക്രിയുടെ മകനായ മിഖായിയുടെ മകൻ മത്താനിയ, യദൂദിന്റെ മകൻ ബലാലിന്റെ മകനായ ഷെമായിയുടെ മകൻ ഒബാദിയ, നെത്തോഫാത്തിയുടെ ഗ്രാമങ്ങളിൽ പാർത്തിരുന്ന എൽക്കാനിയുടെ മകനായ അസായുടെ മകൻ ബറാക്കിയ, ഷല്ലൂൽ, അക്കൂബ്, തൽമോൻ, അഹിമാൻ എന്നിവരും അവരുടെ ചാർച്ചക്കാരും വാതിൽക്കാവൽക്കാരായിരുന്നു. ഷല്ലൂൽ ആയിരുന്നു പ്രമുഖൻ. സാവൂൾ മരിച്ചെന്ന് കണ്ട് ആയുധവാഹകനും വാളിന്മേൽ വീണ് മരിച്ചു. അങ്ങനെ സാവൂളും 3 മക്കളും കുടുംബം മുഴുവനും ഒരുമിച്ച് മരിച്ചു. സൈന്യം പലായനം ചെയ്തെന്നും സാവൂളും പുത്രന്മാരും മരിച്ചെന്നും കേട്ടപ്പോൾ താഴ്വരയിൽ വസിച്ചിരുന്ന ഇസ്രായേല്യർ തങ്ങളുടെ നഗരങ്ങൾ ഉപേക്ഷിച്ച് ഓടിപ്പോയി. ഫിലിസ്ത്യർ അവിടെ വാസമുറപ്പിച്ചു. അടുത്ത ദിവസം കൊല്ലപ്പെട്ടവരെ കൊള്ളയടിക്കാൻ ഫിലിസ്ത്യർ വന്നപ്പോൾ സാവൂളും പുത്രന്മാരും ഗിൽബോവ മലയിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അവർ അവന്റെ വസ്ത്രം ഉരിഞ്ഞു, തല വെട്ടിയെടുത്തു, ആയുധങ്ങൾ കരസ്ഥമാക്കി. തങ്ങളുടെ വിഗ്രഹങ്ങളെയും ജനത്തെയും ഈ സദ്വാർത്ത അറിയിക്കാൻ ദൂതന്മാരെ അയച്ചു. അവന്റെ ആയുധങ്ങൾ അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു. ശിരസ് ദാഗോന്റെ ക്ഷേത്രത്തിൽ തൂക്കിയിട്ടു. ഫിലിസ്ത്യർ സാവൂളിനോട് പ്രവർത്തിച്ചത് യാബേഷ് ഗിലെയാദിലുണ്ടായിരുന്നവർ കേട്ടു. അവരിൽ ധീരന്മാരായവർ ചെന്ന് സാവൂളിന്റെ മക്കളുടെ മൃതദേഹങ്ങൾ യാബേഷിലേക്ക് കൊണ്ടുവന്നു. അസ്ഥികൾ യാബേഷിലെ ഓക്കുമരത്തിൽ ചുവട്ടിൽ സംസ്കരിച്ചു. അവർ 7 ദിവസം ഉപവസിച്ചു. അവിശ്വസ്തതയാണ് സാവൂളിന്റെ മരണത്തിന് കാരണം. അവൻ കർത്താവിന്റെ കൽപ്പന ലംഘിക്കുകയും ആഭിചാരകന്മാരുടെ ഉപദേശം തേടുകയും ചെയ്തു. ദാവീദിന്റെ നഗരം എന്ന് പേര് വന്നു. പിന്നെ അവൻ നഗരത്തെ മില്ലോ മുതൽ ചുറ്റും പണിതുറപ്പിച്ചു. നഗരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യോവാബ് പുനഃസ്ഥാപിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ ദാവീദ് മേൽക്കുമേൽ പ്രാബല്യം നേടി. കർത്താവ് അരുളിച്ചെയ്തതനുസരിച്ച് ദാവീദിനെ ഇസ്രായേൽ രാജാവാകാൻ ജനത്തോടൊപ്പം സഹായിച്ച യോദ്ധാക്കളിൽ പ്രമുഖർ, മൂവരിൽ പ്രമുഖരും ഹക്മോന്യനുമായ യശോബയും അവൻ 3 പേരും ഒന്നിച്ച് കുന്തം കൊണ്ട് കൊന്നു. മൂവരിൽ ഒന്നാമൻ, രണ്ടാമൻ അഹോഹ്യാൻ, ദോദായുടെ പുത്രൻ എലെയാസർ. ഫിലിസ്ത്യർ പസ്തമെന്നിൽ അണിനിരുന്നപ്പോൾ അവൻ ദാവീദിനോട് കൂടെ ഒരു ബാർക്ലിയിൽ ആയിരുന്ന ജനം ഫലിസ്ത്യരുടെ മുൻപിൽ നിന്ന് ഓടിക്കളഞ്ഞു. എന്നാൽ അവൻ വയലിൽ മധ്യത്തിൽ നിന്ന് അത് കാക്കുകയും ഫിലിസ്ത്യരെ വെട്ടിവീഴ്ത്തുകയും ചെയ്തു. കർത്താവ് ഒരു വൻ വിജയം നൽകി അവരെ രക്ഷിച്ചു. ഫിലിസ്ത്യർ റഫായി താഴ്വരയിൽ കൂടാരമടിച്ചപ്പോൾ 30 തലവന്മാരിൽ 3 പേർ അതുല്ലാം ശിലായുധത്തിൽ ദാവീദിന്റെ അടുത്തേക്ക് ചെന്നു. ദാവീദ് സുരക്ഷാ സങ്കേതത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ പട്ടാളം ബെത്ലഹേമിൽ പാളയം അടിച്ചു. ദാവീദ് ആർത്തിയോട് ചോദിച്ചു, ബെത്ലഹേം പട്ടണം വാതിൽക്കലെ കിണറ്റിൽ നിന്ന് ആരെനിക്ക് വെള്ളം കുടിക്കാൻ കൊണ്ടുവരും?
ഫിലിസ്ത്യരുടെ പാളയത്തിലൂടെ കടന്ന് ബെത്ലഹേം പട്ടണവാതിൽക്കൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കുടിക്കാൻ കൊണ്ടുവന്നു. ദാവീദ് അത് കുടിക്കാതെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനത് ചെയ്യാൻ ഇടയാക്കാതിരിക്കട്ടെ. ഞാൻ ഇവരുടെ ജീവരക്തം കുടിക്കുകയോ പ്രാണൻ പണയം വച്ചാണല്ലോ അവരിത് കൊണ്ടുവന്നത്. ദാവീദ് മരുഭൂമിയിൽ കോട്ടയിൽ ഒളിച്ചു താമസിക്കുമ്പോൾ ഗാദ് വംശജരും ശക്തരും പരിചയസമ്പന്നരും പരിചയം കുന്തവും ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നതിൽ സമർത്ഥരുമായ യോദ്ധാക്കൾ അവന്റെ പക്ഷം ചേർന്നു. സിംഹത്തെ പോലെ ഉഗ്രദൃഷ്ടിയുള്ള അവർ മലയിലെ മാൻപേടെ പോലെ വേഗമുള്ളവരായിരുന്നു. അവർ സ്ഥാനക്രമത്തിൽ ഏസർ, ഒബാദ്യ, എലിയ, മിഷ്മാന, ജെറമിയ, അത്തായ്, എലിയേൽ, യോഹനാൻ, എൽസബ, ജെറമിയ, മക്ബന്നായ്, ഗാദ് ഗോത്രത്തിലായ ഇവർ സേനാനായകന്മാരായിരുന്നു. ഇവർ സ്ഥാനമനുസരിച്ച് ശതാധിപന്മാരും സഹസ്രാധിപന്മാരുമായിരുന്നു. ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുന്ന ആദ്യ മാസം ഗിലെയാദിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ഈജിപ്തിലെ ഷീഹോർ മുതൽ ഹമാത്തിലേക്കുള്ള വഴിവരെയുള്ള ഇസ്രായേലിയർ ദാവീദിനെ വിളിച്ചുകൂട്ടി. കെരൂബുകളുടെ മധ്യ വസിക്കുന്ന കർത്താവിന്റെ നാമം ധരിക്കുന്ന പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിയരും യൂദായിലെ ഗിലെയാദിൽ ബാലായിൽ ചെന്നു. അവർ ദൈവത്തിന്റെ പേടകം അബിനാദാബിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് ഒരു പുതിയ വണ്ടിയിൽ കയറ്റി. ഉസായും അഹ്യോവും വണ്ടി തിരിച്ചു. ദാവീദും എല്ലാ ഇസ്രായേലിയരും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നിവ ഉപയോഗിച്ച് സർവശക്തിയോടുകൂടെ ദൈവസന്നിധിയിൽ ആർത്തുപാടി. അവർ കീദോൻ കളത്തിലെത്തിയപ്പോൾ കാളയുടെ കാലുടറി. പേടകം താങ്ങാൻ ഉസ കൈനീട്ടി. കർത്താവിന്റെ കോപം അവനെതിരെ ജ്വലിച്ചു. പേടകത്തെ സ്പർശിച്ചതിനാൽ അവിടുന്ന് അവനെ വധിച്ചു. അവിടെ ദൈവത്തിന്റെ മുൻപിൽ അവൻ മരിച്ചു വീണു. ഉസായെ കർത്താവ് ശിക്ഷിച്ചതിനാൽ ദാവീദ് കുപിതനായി. ആ സ്ഥലം അവയെ ചുറ്റുകളഞ്ഞു. ഫിലിസ്ത്യർ വീണ്ടും ദാവീദിനെ ആക്രമിച്ചു. ദാവീദ് വീണ്ടും ദൈവത്തോട് ആരാഞ്ഞു. ദൈവം അരുളി ചെയ്തു, പിന്തുടരാതെ അവരെ വളഞ്ഞ് ബാഴ്സാമലകളുടെ സമീപത്ത് വെച്ച് ആക്രമിക്കുക. ബാഴ്സാമലകളുടെ മുകളിലൂടെ പടനീക്കത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ യുദ്ധം ആരംഭിക്കാം. ഫിലിസ്ത്യ സൈന്യത്തെ നശിപ്പിക്കാൻ ദൈവം നിനക്ക് മുമ്പേ പോയിരിക്കുന്നു. ദൈവം കൽപ്പിച്ചതുപോലെ ദാവീദ് ചെയ്തു. ഗിബെയോൻ മുതൽ ഏസർ വരെ ഫിലിസ്ത്യരെ അവർ വധിച്ചു. ദാവീദിനെ കീർത്തി എല്ലാ ദേശങ്ങളിലും പരന്നു. എല്ലാ ജനതകളും അവനെ ഭയപ്പെടുന്നതിന് കർത്താവിനിടയാക്കി. രാജ്യം അറിയണമേ, ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സമയത്തും നമ്മുടെ ഭീഷണമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിരവമാരാധനയും സ്തുതിയും പോഷണം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിരവമാരാധനയും സ്തുതിയും പോഷണം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിരവമാരാധനയും സ്തുതിയും പോഷണം ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ.